ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികനായകന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷം 1998 ഒക്ടോബർ 20-നാണ് ദിലീപും മഞ്ജുവും വിവാഹം കഴിക്കുന്നത്. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഇരുവർക്കും ഒരു മകളുണ്ട്, മീനാക്ഷി. വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണച്ചു. അതിനുശേഷം ഒരിടത്ത് പോലും പരസ്യമായി മഞ്ജു വാര്യർ മീനാക്ഷിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മാതൃദിനത്തിൽ മഞ്ജു വാര്യർ പങ്കുവച്ച ചിത്രം ഏറെ വൈറലായിരുന്നു. അമ്മയുടെ ചിത്രമായിരുന്നു മഞ്ജു വാര്യർ പങ്കുവച്ചത്. എന്നാൽ തൻ്റെ സ്വന്തം ചിത്രങ്ങളായിരുന്നു മീനാക്ഷി പങ്കുവച്ചത്. ഇപ്പോഴിതാ ഈ വേളയിൽ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അവളെ അറിയുന്ന ഒരാൾക്കല്ലാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയാകില്ല. അത് പിന്നെ എൻ്റെ വലിയ തലവേദനയാകും. നാളെ കാവ്യയോട് പോയി നീ കുഞ്ഞിന് അമ്മയായി മാറണമെന്ന് പറയാനാകില്ല. കാവ്യയ്ക്കൊരിക്കലും പോയി ഇത്ര വലിയ കുട്ടിയുടെ അമ്മയാകാനും പറ്റില്ല. മീനൂട്ടിക്ക് ഇനി ഒരു അമ്മയെ ഉൾക്കൊള്ളാനും ആകില്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് എന്നുമാണ് ദിലീപ് പറയുന്നത്. മഞ്ജുവോ ദിലീപോ ഒരിക്കൽ പോലും തങ്ങളുടെ സ്വകാര്യതയെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിയിട്ടില്ല. പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും ആരും ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും മഞ്ജു മുൻപേ തുറന്നു പറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവർ ഒരിക്കലും എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആരും ഒന്നിനും ഉത്തരവാദികളല്ല. ഇത് എൻ്റെ ജീവിതവും എൻ്റെ തീരുമാനങ്ങളുമാണ്. എനിക്ക് സംഭവിക്കുന്ന എല്ലാത്തിനും ഞാൻ മാത്രമാണ് ഉത്തരവാദി. 14 വയസ്സുള്ള മകളുടെ കസ്റ്റഡിക്ക് വേണ്ടിയും പോരാടിയില്ല. മീനൂട്ടി അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം. അദ്ദേഹത്തോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നായിരുന്നു മഞ്ജുവിൻ്റെ പ്രതികരണം. അതേസമയം വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുതയൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത്. മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യ അല്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിൽ